മോദിയുടെ വലിയൊരു ഫ്ലെക്സാ ഹർഷയുടെ കാണുന്നത്. പ്രിയങ്ക ഗാന്ധി ഒക്കെ വന്നിരുന്നെങ്കിലേ ഒരു അടിപൊളി മത്സരം നടക്കരുത് അല്ലേ? ഒരു രസം പുറത്തുനിന്ന് കാണാൻ. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കാതെ പിന്മാറിയതിന്റെ ഒരു ഗുട്ടൻസ് ഇതുവരെയും പിടികിട്ടിയില്ല. തോക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. അല്ല, എന്നാലും അയാൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരിക്കലും അയാൾ അമേഠിയിൽ മത്സരിക്കണമായിരുന്നു. മോദി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇല്ല, ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമേ. ഭൂരിപക്ഷം 4 കഴിഞ്ഞ തവണ 4 ലക്ഷത്തിൽ പരമായിരുന്നു. അത് കൂടുമോ അല്ലെങ്കിൽ അതിൽ കുറയുമോ? അത് കുറഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. കുറഞ്ഞാലൊരു ക്ഷീണമാണ്. ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ ആൾക്കൂട്ടാണ് ആരതി കാണാൻ വേണ്ടി. എവിടെ നേരെ നോക്കൂ. ഹർ ദിൽ മേ മോദി. ആരതി അതിഗംഭീരമല്ലേ? ആരതി ഒരു എന്താണ് പറയുന്നത്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മളെ എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ പകർന്നു വരുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു അനുഭൂതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ മെട്രോയിലൊക്കെ പോകുമ്പോൾ തന്നെ യമുന തീരത്ത് കൂടെ മെട്രോ പോകുമ്പോൾ യമുനനെ തൊഴുന്ന ആൾക്കാരെ ഈ പുഴയെ പൂജിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആൻഷ്യന്റ് ആയിട്ടുള്ള, എന്താ പറയാ, വളരെ പണ്ടേ. ഒരുപക്ഷെ പുഴ കരയിലേക്ക് കയറി കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് പേടിച്ചിട്ടായിരിക്കും പുഴയെ പൂജിച്ചത്. ഒരു കാർഷിക സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. പക്ഷേ ഇതിന്റെ മറുവശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയം ഗംഗയുടെ മാലിന്യം കൂടിയാണ്, ഗംഗയുടെ യമുനയുടെ. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എത്ര കോടി ചെലവഴിച്ചിട്ടും ഗംഗ ശുദ്ധീകരിച്ചില്ലല്ലോ. അതിപ്പോ മോദി ഈ ഗംഗ ശുദ്ധീകരണത്തിന് വേണ്ടി പിന്നെ സ്വയം സമർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു പ്രചരണം ഒരു വശത്ത് നടക്കുന്നു. BJP പറയുന്ന ഒരു വലിയൊരു ബൂം BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. BJP നേതൃത്വം തന്നെ അത് പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ BJP വേർക്കും. അതൊന്നും ആ മോദി വേവ് ഇവിടെ അലയടിച്ച് നിന്ന ഒരു സമയമാണ്. മോദിയുടെ ഫസ്റ്റ് വേവ് ഇപ്പോൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇത്തവണത്തെ പ്രത്യേകത വെച്ചാൽ ഇത്തവണ അത്തരം ഒരു തരംഗം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ दीदी क्या बोल? आरती बहुत अच्छी लगी, शंकर भगवान बहुत अच्छा, बहुत आनंद आया, बहुत गंगा मैया अच्छी लगी। राजस्थान से कौन सा पार्टी जीत गया? मोदी, BJP, मोदी। പടിഞ്ഞാറൻ യുപിയിൽ വളരെ നല്ല ഒരു കടുത്ത മത്സരം BJP നേരിടുന്നുണ്ട്. പടിഞ്ഞാറൻ യുപി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. പക്ഷെ അവിടെ കടുത്ത മത്സരം നേരിടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. UP ഇപ്പൊ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെ കൂടിയാണ്. അപ്പോഴും രാമക്ഷേത്ര വിഷയമൊക്കെ പ്രധാനമായി കാണുന്ന ആളുകളുണ്ട്. BJPക്ക് ഒരു മേൽക്കൈ ഉണ്ടെങ്കിലും അതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന നിലയിലേക്ക് പോകാൻ സാധ്യതയില്ല. ഈ അവസാന ഘട്ടം വന്നപ്പോൾ അമേഠിയിൽ മത്സരം കടുത്തിരിക്കുകയാണ്. കെ ശർമ്മ ഉഷാറാണെന്ന് കേൾക്കുന്നു. 2014-ലോ 19-ലോ കണ്ട ഒരു തരംഗം എന്തായാലും BJPക്ക് NDAക്ക് അനുകൂലമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ത്യ സഖ്യം ഇപ്പോ കനൂജിലെ മത്സരത്തിലൂടെ അഖിലേഷ്, അതേപോലെ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു. ഒരു മത്സരത്തിലേക്ക് പോയി. നല്ല ഫൈറ്റ് നമുക്ക് ഉത്തർപ്രദേശിൽ കാണാൻ പറ്റുന്നുണ്ട്. റിസൾട്ട് നോക്കാം നമുക്ക് എന്തായാലും. പക്ഷെ ഫൈറ്റ് ഉണ്ട്. യെസ്, കൂടുതൽ വിശേഷങ്ങൾ പറയാം, കാണാം നമുക്ക്. വൈശാഖേ. യെസ്.